ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. റിയാക്ഷൻ വീഡിയോ തന്നെയാണിത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ലാലേട്ടൻ വന്നു, അനുമോൾക്ക് നല്ല വഴക്കൊക്കെ കൊടുത്തു. പക്ഷെ ഒടുവിൽ ലാലേട്ടൻ കാണിച്ച ഒരു പ്രവൃത്തി അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് വന്നിരിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, അനുമോളുടെ ഒരു പാവക്കുട്ടി. ശരിക്കും ആ ഒരു പാവയെ അനുമോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആ ഒരു പാവയെ അനുമോൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മറ്റൊരു രീതിയിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ? അനുമോളെ ലാലേട്ടൻ കൂടുതൽ വഴക്ക് പറയുമ്പോൾ, ബിഗ് ബോസ് വീട്ടിലിട്ട് നന്നായിട്ട് വഴക്ക് കൊടുക്കുമ്പോൾ അനുമോൾക്ക് പുറത്ത് ഫാൻസ് കൂടുതലുണ്ടാവുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയാണോ? അനുമോളെന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഒരു പ്രോഡക്ട്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അനുമോള് ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട, അതായത് സീരിയലുകളിലും അതുപോലെ റിയാലിറ്റി ഷോകളിലും ഒക്കെ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അനുമോൾക്ക് ഒരു കപ്പടിക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതലും ഏഷ്യാനെറ്റിന് താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, അനുമോളെ നിന്നിട്ട് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് ലാലേട്ടൻ മാസാണ്, ലാലേട്ടൻ അടിപൊളി ഇതൊക്കെ ചോദിച്ചു, എന്നിട്ട് ലാലേട്ടൻ അനുമോളെ അവിടെ നിർത്തി പൊരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാവും എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കുമോ ലാലേട്ടൻ ഇങ്ങനെ അനുമോളെ കൂടുതലായിട്ട് വഴക്ക് പറഞ്ഞത്. അതുമാത്രമല്ല, വീട്ടിനുള്ളിൽ, ബിഗ് ബോസ് വീടിനുള്ളിൽ ആർക്കാണോ കൂടുതലായിട്ട് വഴക്ക് കേൾക്കുന്നത്, ആർക്കാണോ കൂടുതലായിട്ട് കോർണർ ചെയ്ത് അവരെ ചോദ്യം ചെയ്യുന്നത്, അവർക്കായിരിക്കും പുറത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഫാൻസ് ഉണ്ടാവുക, അവർക്കായിരിക്കും കൂടുതൽ വോട്ട് കിട്ടുക. അതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആള് തന്നെയാണ് ലാലേട്ടനും ബിഗ് ബോസ് ടീം അംഗങ്ങളും. അപ്പോൾ അനുമോളെ വിൻ ചെയ്യിക്കാനുള്ള ഇവരുടെയൊക്കെ ഒരു കുതന്ത്രമായിരുന്നോ അനുമോളെ ഇതുപോലെ കോർണർ ചെയ്യുക, വഴക്ക് കൊടുക്കുക എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അങ്ങനെ തോന്നാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് വീടിനകത്തേക്ക് അവരവരുടെ വീട്ടിൽ നിന്നും മെഡിസിനും വസ്ത്രങ്ങളും ചെരുപ്പുകൾ ഇതല്ലാതെ മറ്റൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്നാണ് നിയമം. മുമ്പത്തെ, അതായത് സീസൺ 2 തോന്നുന്നു, ഉണ്ടായിരുന്ന നമ്മുടെ രജിത് കുമാർ സാറ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം വീട്ടിൽ നിന്നും ഒരു മാല ഇട്ടിട്ട് വന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ആ ഒരു മാല. പക്ഷേ അത് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് സമ്മതിച്ചില്ല. അത് ഊരി വെപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിട്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷയം പറഞ്ഞിട്ട് അദ്ദേഹം പോലും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അനുമോളെ ആ ഒരു പാവ കൊടുത്ത് അവിടെ അനുമോളുടെ പാവ വെച്ചുള്ള അനുമോളുടെ കളി അവിടെ നടത്തുന്നത് ഒട്ടും ശരിയല്ല. കാരണം അന്ന് ആദ്യമായിട്ട് പാവയെ വെച്ചിട്ട് ബിഗ് ബോസിനുള്ളിൽ കളിച്ചതെന്ന് പറഞ്ഞാൽ രജിത് കുമാർ സാറാണ്. അദ്ദേഹത്തിന് അന്ന് ആ ഒരു പാവയെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ കൊടുത്തതായിരുന്നു, ചിന്നു എന്ന് പറയുന്ന പാവ. അത് അദ്ദേഹത്തിന് മാത്രമല്ല ബാക്കി വീട്ടിലെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് അദ്ദേഹം പാവയെ വെച്ച് കളിച്ചത്. പക്ഷേ ഇത് അനുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാവയാണ്. അപ്പോൾ ആ ഒരു പാവയെ അനുമോൾക്ക് മാത്രം എന്താണ് കൊടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, ലാലേട്ടൻ വന്നു ആളുകളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അനുമോൾക്ക് കുറേ കൊടുത്തു, വയർ നിറച്ച് കൊടുത്തു. അതിനുശേഷം അനുമോളുടെ ഓമന പാവയെ എടുപ്പിക്കുന്നു, ആ പാവയെ അപ്പാനിയുടെ കയ്യിൽ കൊടുത്ത് തല ഒടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ പാവയെ ഇഷ്ടമില്ലാത്തവരുടെയൊക്കെ കയ്യിൽ കൊടുത്ത് പാവയെ സാന്ത്വനിപ്പിക്കുന്നു. എന്നിട്ട് ഒടുവിൽ ഈ പാവയെ അനുമോൾക്ക് തിരിച്ചു കൊടുക്കുന്നു. അനുമോൾക്ക് ആശ്വാസമാവുന്നു. പാവയെ അവിടെ ഇട്ട് ഹരാസ് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. ശരിക്കും ആ ഒരു പാവയെ മേടിച്ച് വെക്കേണ്ടതല്ലേ? എന്തിനാണ് അനുമോൾക്ക് ആ പാവയെ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ശരിക്കും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ് ലാലേട്ടൻ ഉൾപ്പെടെ ബിഗ് ബോസിൻ്റെയും ഒക്കെ ശക്തമായ തീരുമാനം. അനുമോളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ കൂട്ടിക്കാട്ടുന്ന ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. അനുമോൾക്ക് വഴക്ക് കൊടുക്കുക, അതായത് ഒരു കൈ കൊണ്ട് അടി കൊടുക്കുക, മറു കൈ കൊണ്ട് തല കൊടുക്കുക, ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അനുമോൾ പറഞ്ഞ ആ 2 ദിവസത്തെ CCTV ഫുട്ടേജ് എന്തുകൊണ്ട് ഇവർ കാണിക്കാത്തത്? എല്ലാ ദിവസത്തെയും ഇവർ കിടന്നുറങ്ങുന്ന അത് കാണിക്കേണ്ട ആവശ്യമില്ല. അനുമോൾ പറഞ്ഞ ആ ഒരു 2 ദിവസത്തേത് മാത്രം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് 5.5 മണിക്കൂർ കുത്തിയിരുന്ന് CCTV ഫുട്ടേജ് മുഴുവനും ലാലേട്ടനും ടീം അംഗങ്ങൾ 300ഓളം പേര് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനുമോൾ ക്ലിയർ ആയിട്ട് പറയുന്ന ആ 2 ദിവസത്തേത് മാത്രം നോക്കേണ്ട കാര്യമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ അനുമോൾ കണ്ടു എന്ന് പറയുന്ന ആ 2 ദിവസം നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്നത് പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, ഇതാണ് ബിഗ് ബോസിൻ്റെയും ലാലേട്ടൻ്റെയും മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് ഞാൻ പറയും. കാരണം ഇവർക്ക് അനുമോളെ വിൻ ചെയ്യിപ്പിക്കുക, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാണ്ട്
ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്നും ഞാൻ ഇങ്ങനെ തറപ്പിച്ച് ഇങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാവുമോ എന്ന് പോലും ചിന്തിക്കാതെ അനുമോൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നു ഞാൻ കണ്ടു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് ലാലേട്ടനും ബിഗ് ബോസ് ടീം അംഗങ്ങൾക്കും ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് അനുമോളെ പുറത്താക്കിക്കൂടെ? എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? കാരണം അവർ തന്നെ പറയുന്നുണ്ട്, ബിഗ് ബോസിനും ആ ഒരു ഷോയ്ക്ക് പോലും നാണക്കേടുണ്ടാവുന്ന തരത്തിലുള്ള കാര്യമാണ് അനുമോൾ പറഞ്ഞത്. അങ്ങനെ ഒരു നാണക്കേട് വരുത്തി വെക്കുന്ന ഒരു വ്യക്തിയെ, നുണയിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ ലാലേട്ടൻ കണ്ടു എന്ന് പറയുമ്പോൾ, അതേക്കുറിച്ച് എനിക്കറിയില്ല, ഞാൻ കണ്ടു എന്ന് തറപ്പിച്ച് പറയുമ്പോൾ, അങ്ങനെ ഒരു വ്യക്തിയെ എന്തിനാ അവിടെ നിർത്തണം, തുടരാൻ അനുവദിക്കണം? അപ്പോൾ അതൊക്കെ വലിയൊരു ചോദ്യമാണ്. സംഭവം അനുമോളെ കൂടുതൽ വഴക്ക് പറയുമ്പോൾ, സീസൺ 7 ആണ്, സീസൺ ഫസ്റ്റ് അല്ല, സീസൺ 7 ആണിത്. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാമെന്ന്, എങ്ങനെ കളിക്കണം, ഏത് രീതിയിൽ പോകണം എന്നുള്ള ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അറിയാമെന്ന് ലാലേട്ടൻ തന്നെ തറപ്പിച്ച് പറയുമ്പോൾ, ശരിക്കും അനുമോളെ കൂടുതൽ കോർണർ ചെയ്യുക, അനുമോളെ കൂടുതൽ വഴക്ക് പറയുക. അപ്പോൾ അനുമോൾക്ക് പുറത്ത് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും, അനുമോൾക്ക് കപ്പടിക്കും എന്നുള്ള കാര്യം ഉറപ്പ്. ഇപ്പം തന്നെ അനുമോൾക്ക് ഒരുപാട് ഫാൻസ് പവർ ഉണ്ട്. ഇപ്പോൾ കപ്പ് ആരടിച്ചാലും നമുക്ക് വിഷയമൊന്നുമല്ല. പക്ഷെ അനുമോൾക്ക് ആ ഒരു പാവ കൊടുത്തതിൽ 100% എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് ഞാൻ തുറന്നു പറയുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴെങ്കിലും ആ ഒരു പാവയെ തിരികെ വാങ്ങിച്ചു വെക്കണമായിരുന്നു. ആ ഒരു പാവയെ വീണ്ടും അനുമോൾക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. ആ ഒരു പാവയുടെ വിരോധമുള്ള ആളുകൾക്ക് എല്ലാവർക്കും പാവയെ എടുത്ത് കൊഞ്ചിക്കാൻ കൊടുത്തു. എന്തുവാടേ ഇതൊക്കെ? എന്തൊക്കെയായി കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അനുമോളുടെ PR ഓളികളും ഫാൻസ് ഓളികളും ഒക്കെ പിന്നെ തെറിവിളിയും ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരൂ. കമോൺ, നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തരാം.